പൂരത്തിന് വെടിക്കെട്ട് വേണമെന്നാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ നിലപാട്. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, പ്രധാന വെടിക്കെട്ട് ഉണ്ടാകും. പൂരം നടത്തണമെന്നാണ് പൊതുവികാരം. ഇത് യോഗത്തിൽ അറിയിക്കുമെന്നും അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി നീങ്ങുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് വ്യക്തമാക്കി. ദേശത്തെ പൊതുവികാരം എന്ന് പറഞ്ഞാൽ പൂരം നടത്തണം എന്നാണ്. ഇതൊരു കൊല്ലത്തെ പ്രയത്നമാണ്, അതിൻ്റെ പിന്നെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അത് പൂരം നടത്തുക എന്നുള്ളതാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത്. പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും ഇത് യോഗത്തിൽ അറിയിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് അവതരിപ്പിക്കും. ഇന്നലെ വന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ടുകൾ നടത്തുക. ആ മെയിൻ വെടിക്കെട്ടും പകൽപ്പൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതും അറിയിക്കും. ദേവസ്വങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം നിൽക്കാമെന്ന് ഉത്സവ കമ്മിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് നാളെ വരെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധന തുടരുകയാണ്. 4 പേരെക്കുറിച്ച് ഇനിയും വിവരമില്ല. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ വായിച്ചേരും. ആജ്ഞ, ഇപ്പോൾ ഈ പൂരത്തിന് നടത്തിപ്പ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ദേവസ്വങ്ങൾ തന്നെ തീരുമാനമെടുത്ത് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുമെന്നാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല, അത് വ്യക്തമാവുകയാണ്. എന്താണ് പൊതുജനത്തിൻ്റെ, പൂരപ്രേമികളുടെയൊക്കെ വികാരം കണക്കിലെടുക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. അപ്പോൾ വെടിക്കെട്ട് നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വീണ്ടും, അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതായത് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെയാണ്. വെടിക്കെട്ട് നടത്തണമെന്ന് തന്നെയാണ് പാറമേക്കാവിൻ്റെ തീരുമാനം. അങ്ങനെയാണ് ആ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുകയാണ്. അറിയിച്ച ശേഷം അതായത് കൂടുതൽ ഭൂരിഭാഗവും അങ്ങനെ വെടിക്കെട്ട് നടത്തണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാന വെടിക്കെട്ടും പകൽപ്പൂരം കഴിഞ്ഞുള്ള വെടിക്കെട്ടും നടത്തണമെന്ന് തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പൂരം കൊണ്ടാടുന്നത്. അപ്പോൾ അത് ആചാരപരമായി പൂരം കൊണ്ടാടണമെന്ന് തന്നെയാണ്. പക്ഷേ വെടിക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. അതേസമയം തന്നെ ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് 10:30 കൂടിയാണ് യോഗം ചേരുന്നത്. ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. മറ്റു മന്ത്രിമാരായിട്ടുള്ള R ബിന്ദു, അതുപോലെ K രാജൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ MP എന്നുള്ള നിലയിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം, അതായത് യോഗത്തിൽ ഈ കാര്യം അറിയിച്ച ശേഷം അനുകൂലമായ നടപടിയല്ല യോഗത്തിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ നിയമപരമായി തന്നെ നീങ്ങുമെന്ന് തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും അതേസമയം തന്നെ ദേവസ്വം മന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതനുസരിച്ചിട്ട് 10:30 കൂടി യോഗം ചേരും. ഇരു വിഭാഗങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം തന്നെ ഭാവിയിലേക്കുള്ള പൂരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഇത് ഒരു മാർഗരേഖ ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 2 വിഭാഗങ്ങളെയും കേൾക്കാതെയും യോഗത്തിൽ ചർച്ച ചെയ്യാതെയും ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയത്. അതേസമയം 10:30 കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത്. 3 മന്ത്രിമാർ, അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടം, അതുപോലെ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ യോഗത്തിൽ സന്നിഹിതരായിരിക്കും. എന്തായാലും 10:30 കൂടി യോഗം ചേരുന്നത്. ഒരു ഉച്ചയോടുകൂടി നമുക്ക് ഇതിൽ ഇന്ന് വ്യക്തമാകും പൂരം ഏത് തരത്തിൽ നടത്തിപ്പിൻ്റെ വിശദാംശങ്ങൾ ഒരു ഉച്ചയോടുകൂടി നമുക്ക് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാറമേക്കാവ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വെടിക്കെട്ടോട് കൂടി തന്നെ പൂരം നടത്തണമെന്ന് തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി അല്പം മുമ്പ് ജി രാജേഷ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എങ്ങനെയാണ് എന്തായാലും പൂരം നടത്തിപ്പിലേക്ക് കടക്കുമ്പോൾ തന്നെ വെടിക്കെട്ട് ഒഴിവാക്കുമെന്ന് നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ വലിയ ദുരന്തത്തിനിടയിലും വെടിക്കെട്ട് ഒഴിവാക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ്. അതേസമയം തന്നെ ഈ വെടിക്കെട്ട് പുരയുമായി ബന്ധപ്പെട്ട് ലൈസൻസി ക്യാൻസൽ ചെയ്തതും അത് അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായതും അത് ഉടമയ്ക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടി അത് നിയമവിരുദ്ധമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം 6000 കിലോയുടെ വെടിമരുന്ന് ഉപയോഗിക്കാനുള്ള ലൈസൻസ് അദ്ദേഹത്തിനുള്ള സാഹചര്യത്തിലാണ്. അത് നിയമവിരുദ്ധമായിട്ടാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ കൂടി ഇടപെടൽ ഉണ്ടാകണമെന്നും ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പൂരം നടത്തിപ്പിന് വെടിക്കെട്ടുണ്ടാകണം എന്ന് തന്നെയാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആവശ്യം. അങ്ങനെയാണ് തിരുവമ്പാടിയും, അതായത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ അഭിപ്രായത്തോട് തന്നെ യോജിച്ച് തന്നെ തിരുവമ്പാടി വിഭാഗവും പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഇരു വിഭാഗങ്ങളും അല്പസമയത്തിനുള്ളിൽ ചേരുന്ന യോഗത്തിൽ
സംസ്ഥാന സർക്കാരിനെ വിവരങ്ങൾ ബോധിപ്പിക്കും. അതിനുശേഷം സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ അന്തിമമായിരിക്കുക. എന്തായാലും പൂരത്തിന് ആളുകൾ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും പൂരത്തിൻ്റെ വിജയം. അപ്പോൾ നമുക്ക് പൂരം നടത്തിപ്പിൽ കാണാം. പൂരത്തിന് പിന്തുണ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. നിർണായകമായ യോഗമാണ്. ഈ ദേവസ്വങ്ങളുടെ അഭിപ്രായത്തോട് മന്ത്രിമാർ എന്ത് അഭിപ്രായം പങ്കുവെക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. കൊല്ലങ്കോട് പോലീസാണ് കേസെടുത്തത്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്ന് സൂക്ഷിക്കുന്നതുമായും ചിറ്റൂർ തഹസിൽദാർ വ്യക്തമാക്കിയിരുന്നു. ചിറ്റൂർ ഡിവൈഎസ്പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം കേസ് പിൻവലിക്കണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.